വനിതാ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരെ ഇന്നറിയാം. ഡൽഹി ക്യാപിറ്റൽസും റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഏറ്റുമുട്ടുമ്പോൾ ആകാംക്ഷ കേരളത്തിനാണ്. കിരീടം ഏത് ടീം നേടിയാലും അതിൽ കേരളത്തിന്റെ മുദ്ര പതിയും. ആര് തോറ്റാലും അതിൽ കേരളത്തിന്റെ കണ്ണീരുമുണ്ടാകും. മിന്നുമണിയിലൂടെ ഡൽഹി ക്യാപിറ്റൽസിലും ആശാശോഭനയിലൂടെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിലും മലയാളി സാന്നിധ്യമുണ്ട്. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മുതലാണ് മത്സരം. സ്പോർട്സ് 80 ചാനലിലും ജിയോ സിനിമയിലും തത്സമയം സംപ്രേഷണം ചെയ്യും. കഴിഞ്ഞ സീസണിലെ റണ്ണേഴ്സപ്പായ ഡൽഹി ഫൈനലിലേക്ക് മുന്നേറിയത് ആധികാരികമായാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ 8 കളിയിൽ 6ലും ജയം. പ്ലേ ഓഫിൽ ഗുജറാത്ത് ജയന്റ്സിനെ തോൽപ്പിച്ചത് 7 വിക്കറ്റിന്. മെക്ലാനിക് നയിക്കുന്ന ഡൽഹിക്ക് ഷെഫാലി വർമ്മ നൽകുന്ന തുടക്കം നിർണായകമാണ്. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായിട്ടും കഴിഞ്ഞ തവണ കയ്യെത്തും ദൂരത്ത് കപ്പ് നഷ്ടമായതിന്റെ നിരാശ മറികടക്കാനാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ വരവ്. കഴിഞ്ഞ സീസൺ ഫൈനലിൽ മുംബൈ ഇന്ത്യൻസിനോട് 7 വിക്കറ്റിനായിരുന്നു ഡൽഹിയുടെ തോൽവി. ക്യാപ്റ്റൻ മെക്ലാനിക് നയിക്കുന്ന ബാറ്റിംഗ് നിര തന്നെയാണ് ഡൽഹിയുടെ ശക്തിയും. ഷെഫാലി വർമ്മ, താനിയ ഭാട്ടിയ എന്നിവരടങ്ങിയ ടോപ്പ് ഓർഡർ ഏതു ബോളിംഗ് നിരയ്ക്കും വെല്ലുവിളിയാണ്. മരീസയൻ ക്യാപ്, ജസ് ജൊനാസൻസ്, ശിഖ പാണ്ഡെ, രാധ യാദവ് എന്നിവർ ഉൾപ്പെട്ട ബോളിംഗ് നിരയും മികച്ച ഫോമിലാണ്. മധ്യനിരയിൽ അലിസ് കാപ്സി, അന്നബൽ സദർലാൻഡ് എന്നിവർ കൂടി ചേരുമ്പോൾ ഡൽഹി ഡബിൾ സ്ട്രോങ് ആവുമെന്നതിൽ സംശയമില്ല. 16 വർഷം കിണഞ്ഞു ശ്രമിച്ചിട്ടും തങ്ങളുടെ പുരുഷ ടീമിന് നേടാനാവാത്ത കിരീടം രണ്ടാം സീസണിൽ തന്നെ സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് റോയൽ ചാലഞ്ചേഴ്സിന് മുന്നിലുള്ളത്. എലിമിനേറ്ററിൽ മുംബൈയെ അട്ടിമറിച്ച് ഫൈനലിലെത്തിയ സ്മൃതി മന്ദനയ്ക്കും സംഘത്തിനും ഡൽഹി കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്നുറപ്പാണ്. ക്യാപ്റ്റൻ സ്മൃതി മന്ദന, ഓൾറൗണ്ടർമാരായ എലിസ്ബറി, സോഫി ഡിവൈൻ എന്നിവരെ മാറ്റി നിർത്തിയാൽ ടൂർണമെന്റിൽ ഉടനീളം സ്ഥിരത പുലർത്തിയ താരങ്ങൾ ബാംഗ്ലൂരിനില്ല. എന്നാൽ നിർണായക മത്സരങ്ങളിൽ ടീമിലെ ആരെങ്കിലും മാച്ച് വിന്നറുടെ റോളിൽ എത്തുമെന്ന പതിവ് ഫൈനലിലും തുടർന്നാൽ ഇത്തവണ കിരീടം ബാംഗ്ലൂർ ക്യാബിനിൽ ഇരിക്കും. എലിമിനേറ്ററിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ 5 റൺസിന് തോൽപ്പിച്ചാണ് RCB ഫൈനലിലെത്തിയത്. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ 135 റൺസ് എടുക്കാനാണ് സാധിച്ചത്. 50 പന്തിൽ 66 റൺസ് എടുത്ത എലിസ്ബറിയാണ് RCBയുടെ ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗിൽ മുംബൈക്ക് 6 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺസ് എടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. മലയാളി താരം ആശാശോഭനയുടെ അവസാന ഓവർ മത്സരത്തിൽ നിർണായകമായി. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.